2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഏപ്രിലിൽ. ഇനി ഏതാനും ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ചുരുങ്ങിയ മാസങ്ങളുള്ളപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വളരെ ആക്റ്റീവായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ സിനഡിലെ യോഗത്തിൽ ചെന്ന് വൈകുന്നേരം രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വി ഡി സതീശൻ ചെല്ലുകയും അവരോട് മണിക്കൂറുകളോളം ചർച്ച നടത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളുടെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പിണറായി വിജയൻ പോവുകയാണ്. കൂടാതെ ബിഷപ്പിൻ്റെ അരമനകളിലൊക്കെ തന്നെ ജോസ് കെ മാണി വിസിറ്റ് നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ കൃത്യമായിട്ടുള്ള ഈ സാമുദായിക സംഘടനകളൊക്കെ തന്നെ തങ്ങളുടെ ഒപ്പം നിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കുറേ കൂടി കൺസോളിഡേറ്റഡായി കിട്ടാനായിട്ട് UDF കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുഴുവനായിട്ടും അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഏതാണ്ട് അത്തരത്തിൽ വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ജയിക്കാൻ കഴിയുന്ന വോട്ടുകളിലേക്കുള്ള ഒരു കൺസോളിഡേഷൻ വളരെ കൃത്യമായിട്ട് UDF അനുകൂലമായിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സമുദായം എന്ന് പറയുന്നത് മുസ്ലിം സമുദായാംഗങ്ങളുടെ ഒരു വോട്ടിൻ്റെ കൺസോളിഡേഷൻ ഉണ്ടായി UDF അനുകൂലമായി എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മലബാറിലെ ജില്ലകൾ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നതിനേക്കാൾ എളുപ്പം തൊട്ടിപ്പുറത്ത് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകുന്നതാണ് എന്നുള്ളത് വളരെ കൃത്യമായി അറിയാവുന്ന രണ്ട് പാർട്ടികളാണ് CPM-ഉം അതുപോലെ തന്നെ LDF-ഉം BJP-യും ഒക്കെ തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ സ്ട്രാറ്റജിക്കലി വലിയ ബ്ലണ്ടേഴ്സാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയും ചില UDF നേതാക്കന്മാരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരൊക്കെ നയിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ ചെന്ന് നിന്നുകൊണ്ട് പിണറായി വിജയനും അതുപോലെ തന്നെ VD സതീശനും ഒക്കെ തന്നെ ഒരു 2 പ്രസംഗങ്ങൾ നടത്തുകയും പരസ്പരം ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മതേതരത്വത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വർഗീയത പറയുന്ന ആളുകൾക്ക് ഷോള് പുതപ്പിച്ചുകൊണ്ടല്ല നിങ്ങൾ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കൃത്യതയോടുകൂടി അദ്ദേഹം ഒരു വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ആ സംഭവത്തിന് ശേഷം തന്നെ ഈ കാന്തപുരം സുന്നി വിഭാഗക്കാരുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ SNDP സമുദായത്തെയും ഒക്കെ മോശക്കാരാക്കി കാണിക്കുന്നത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു അഭിപ്രായവും അല്ലെങ്കിൽ പ്രചരണവും ഒക്കെ നിങ്ങളുടെ എത്ര പേരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അത്തരത്തിൽ വലിയൊരു പ്രചരണം ഉണ്ടായിരുന്നു. കൂടാതെ VD സതീശൻ ഇതിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾക്ക് എന്താണ് ഈ വിമർശനമില്ലാത്തത് എന്ന് പറയുന്ന ചോദ്യങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾ ആ സദസ്സിൽ പറയേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം അത് ഇലക്ഷൻ വൈസും അഥവാ സ്ട്രാറ്റജി വൈസുമല്ല ഒരു ബ്ലണ്ടറായിട്ട് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഒരുപക്ഷെ സതീശൻ എന്നേക്കാളൊക്കെ അറിവുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് ഒരു മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ കുറേ കൂടി കൃത്യമായിട്ട് ഉണ്ടായിക്കോട്ടെ. കാരണം കാന്തപുരം സുന്നി വിഭാഗത്തിൻ്റെയൊക്കെ തന്നെ വോട്ടുകൾ മിക്കവാറും തന്നെ ഇടതുപക്ഷത്തിന് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ കൂടി തന്നെ ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളൊരു ധാരണയിലായിരിക്കും അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ടാവുക. പക്ഷേ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയപ്പോൾ അത് തൊട്ട് അപ്പുറത്തെ ഭാഗത്ത്, അതായത് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ എത്രത്തോളം വരുന്ന ഒരു ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാനിപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യം, അത്തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ആ കൺസോളിഡേഷൻ ഉണ്ടാകുമ്പോൾ അത് BJPക്ക് ഒരുപക്ഷെ വോട്ടുകൾ കുറയുകയും പകരം നിങ്ങൾ അറിയേണ്ടത് ആ വോട്ടുകൾ LDF അനുകൂലമായി വരികയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അതവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു കാര്യം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനോട് ആക്കം കൂട്ടുന്ന ചില പ്രതികരണങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ആക്കം കൂട്ടുന്ന പ്രതികരണങ്ങളിലൊന്ന്, കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TVയുടെ ഡിജിറ്റൽ മീഡിയ ഹെഡായിട്ടുള്ള ജിമ്മി ജെയിംസ് ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. അത് KM ഷാജിയോട് കൂടിയിട്ടാണ്. KM ഷാജി അല്ലെങ്കിൽ തന്നെ ഈ KM ഷാജി വർഗീയവാദിയാണെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് പറയുന്ന ചോദ്യം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മതമാണ് പ്രശ്നം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രസംഗവും വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വെച്ചുകൊണ്ട് തന്നെ വലിയ തോതിൽ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാണ്, അത്തരം കാര്യങ്ങൾ മുസ്ലിം ലീഗ് തന്നെ വർഗീയവാദികളാണ് എന്നൊക്കെ പറയാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ പോലും അവർ പറഞ്ഞത് മുസ്ലിം ലീഗ് ഓൾറെഡി വർഗീയവാദികളാണ്, പക്ഷെ അവരെക്കാൾ തീവ്ര വർഗീയവാദികളായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ജമാഅത്തെയും SDP ഒക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ട് SDP-യുടെയൊക്കെ പിന്തുണ മേടിച്ചിരുന്നു. അത് നമുക്കറിയാം. പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ SDP-ക്കാരാണ് ആദ്യമായിട്ട് CPM-ൻ്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ അന്ന് തന്നെ ഞാനതിനെ വിമർശിച്ചിരുന്നു. രണ്ടാമത്തേത്, ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയ മതരാഷ്ട്രവാദമൊന്നും ഇല്ല എന്നുള്ളതൊക്കെ തന്നെ
വി ഡി സതീശൻ എൻഡോസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതുമൊക്കെ തന്നെ വലിയ അബദ്ധമായി പോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ വേണ്ടിയായിരിക്കും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാവുക മുസ്ലിം സമുദായത്തിൻ്റെയൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് വീണ്ടും രണ്ട് വലിയ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്ന് ആണ് ഞാൻ പറഞ്ഞത്, ജിമ്മി ജെയിംസ് ഡിജിറ്റൽ ഹെഡാണ് റിപ്പോർട്ടർ ടിവിയുടെ. ആ റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റൽ ഹെഡ് ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു കെ എം ഷാജിയുമായി ഇൻ്റർവ്യൂ നടത്തിയതിൽ അദ്ദേഹം LGBTQ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും ലെസ്ബിയൻസിനെ കുറിച്ചുമൊക്കെ ചില വളരെ മോശമായ, അദ്ദേഹത്തിന് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത് മാനസിക പ്രശ്നമാണെന്നൊക്കെയുള്ള വളരെ വികലമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. പക്ഷെ അദ്ദേഹം അത് മയത്തിലാണ് പറഞ്ഞതെങ്കിൽ പോലും ജിമ്മി പലവട്ടം ചോദിച്ചത് തിരുത്താൻ നോക്കിയിട്ട് പോലും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം അത് പിന്നെയും സഹിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം നിഷാദ് റാവുത്തറിന് കൂടി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അവരുടെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. നിഷാദ് റാവുത്തർ എന്ന് പറയുമ്പോൾ കേട്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാലോ, മീഡിയ വണ്ണിലാണ്. മീഡിയ വണ്ണിനൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? അത് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ചാനലാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ നിന്നുകൊണ്ട് കെ എം ഷാജി ചില പ്രസ്താവനകൾ നടത്തുകയാണ്. ആ പ്രസ്താവനകൾ നടത്തുന്നത് മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ അനുകൂലമായി, മുസ്ലിം സമുദായത്തിനെന്ന് പോലും നമുക്ക് പറഞ്ഞുകൂടാ, കാരണം സമുദായത്തെ അല്ല ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ അനുകൂലമായി വി ഡി സതീശനും അതുപോലെ നിരവധി ആളുകളും എടുക്കുന്ന സ്റ്റാൻഡ് കൃത്യം സ്റ്റാൻഡാണെന്നും അതുകൊണ്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്നുള്ളത് ഒരു ഇൻഡയറക്റ്റായി അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട്, പിന്നെ കൂടാതെ അദ്ദേഹം കൃത്യമായി പറയുന്ന വാചകം ഇതാണ്: മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പിന്തുടരുന്ന ആളുകളായിരിക്കണം വരേണ്ടത് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു വാചകമാണ് കെ എം ഷാജി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അങ്ങനെ കൃത്യമായി പറയുമ്പോൾ പോലും ഇത് വളരെ കൃത്യമായി മറ്റുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വടി കൊടുക്കുന്ന പ്രസ്താവനകളാണ് ഈ പറയുന്ന LGBTQയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന മീഡിയ വണ്ണിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലുമൊക്കെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചൊരിക്കൽ കൂടി കേൾക്കണം. വി ഡി സതീശൻ്റെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ പ്രോഗ്രാമിലുണ്ടായിട്ടുള്ള പ്രസംഗം മുതൽ കെ എം ഷാജിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരെയുള്ള കാര്യം യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെയും ഇതിനേക്കാളൊക്കെ ഉപരി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വിമർശനം ഉന്നയിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുകയും ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിരോധിക്കാൻ വേണ്ടി UDF നേതാക്കന്മാർ തന്നെ വരുന്നു എന്ന് പറയുന്ന ഒരു കാര്യവുമൊക്കെ തന്നെ ഒരു പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഒരു ഭൂരിപക്ഷ കൺസോൾട്ടേഷനും കോൺഗ്രസിന് ഒരു തിരിച്ചടിയുമായി വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം വളരെ ഈ പറയുന്ന പോലെ മുൻപിലുള്ള ഒരു മജോറിറ്റി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും കിട്ടിയിട്ടില്ല. ഏതാണ്ട് 60ഓളം സീറ്റുകളിൽ ഇപ്പോഴും ഭൂരിപക്ഷമുള്ളത് CPM-നും LDF-നും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ വലിയ സാധ്യതകളുണ്ട്. ഈ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ വരാം. ഇത് ഏതാണ്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നത്. ഇതെങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ കേട്ടിട്ട് ഒന്ന് തീരുമാനിച്ചാൽ മതി. ഞാനൊരു ഡിബേറ്റിൽ പറയാം. ജമാഅത്തെ ഇസ്ലാമി ഈ തെരഞ്ഞെടുപ്പിൽ എടുത്ത സമീപനം എങ്ങനെയാണ്? സ്വതന്ത്രമായിട്ടാണ് മുക്കം തൊട്ടടുത്തല്ലേ മത്സരിച്ചത്. LDF ഉണ്ടോ? UDF ഉണ്ടോ? അല്ലല്ലോ. ചിലയിടങ്ങളിൽ UDF വോട്ട് ചെയ്തിട്ടുണ്ട്, ചിലയിടങ്ങളിൽ LDF വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എന്നത് അതിൻ്റെ ഒരു മെറിറ്റിലല്ല ഡിസ്കസ് ചെയ്യുന്നത് ജമാഅത്ത് എന്ന പേര് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ അപകടപ്പെടുത്താൻ അവർക്ക് കിട്ടിയ ഒരു പ്രയോഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അതാണ് ഞാൻ പറയുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തും പലതരത്തിലുള്ള എന്താ പറയുന്നത് സംഘടനകളും ധാരകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഇവർ തന്നെ വിമർശിക്കുന്നവർ പറഞ്ഞത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ പറയുന്നത്, കമ്മ്യൂണിറ്റി അല്ല എന്നാണ്. സമുദായം അതിനെ എടുക്കുന്നത് എങ്ങനെയാണ്? മറിച്ച് താങ്കൾ പറഞ്ഞ പോലെയാണ്. എനിക്ക് ഇപ്പോഴത്തെ അവരുടെ അജണ്ട ഫലവത്താവുന്നു എന്ന അഭിപ്രായമില്ല. കമ്മ്യൂണിറ്റി ആ സെൻസിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നേ ഇല്ല. കാരണം കമ്മ്യൂണിറ്റി ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും, പക്ഷെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തലമുറയാണ്, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചു കുട്ടികൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളൊക്കെ പഴയ പോലെ ഒന്നും അങ്ങനെ നിങ്ങൾ മീഡിയ മുറിയിൽ നിന്ന് പറഞ്ഞാലും ഞങ്ങൾ രാഷ്ട്രീയക്കാർ തെരുവിൽ പ്രസംഗിച്ചാലൊന്നും അപ്പടി വിഴുങ്ങുന്ന കുട്ടികളൊന്നും അല്ല ഉള്ളത്. അതുകൊണ്ട് ഈ നമ്പർ അത്ര വേൽ ഫലവത്താവുന്നില്ല എന്നെൻ്റെ വിശ്വാസം. അത് എല്ലാത്തിനും ചില നമ്പറുകൾ ചില കാലത്ത് ഇങ്ങനെ എക്സ്പയർ ആകുമല്ലോ. ഇത് ഏകദേശം ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രയോഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒച്ചപ്പാടും ഞങ്ങൾ ഉണ്ടാക്കില്ല. അത് ലീഗിന്റെ ഒരു സ്വഭാവമാണ്, അതിന്റെ ക്യാരക്ടറാണെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് അത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നാണ്. UDF-ലെ ഏറ്റവും വലിയ ശാക്തിക കേന്ദ്രത്തിലൊന്നാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ന്യായമായ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാം. ഇപ്പൊ ജോസ് കെ മാണി പോലും LDF-ൽ കൂടുതൽ സീറ്റ് ചോദിക്കാൻ പോവാണ്. അപ്പോൾ അത് പ്രാദേശിക കക്ഷികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ രണ്ടാം തര കക്ഷികൾക്ക് കൂടുതൽ സീറ്റ് ചോദിക്കാൻ കഴിയും സാധ്യത ലീഗിന് ചോദിക്കാം.
ലീഗിന് ഞാനിത് മുഴുവൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. ഇതിൽ അദ്ദേഹം ഒരു 20ാമത്തെ മിനിറ്റ് മുതൽ പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ തന്നെ ആക്രമിക്കുകയാണ് CPM എന്നും LDF എന്നും പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളാണ്. അവരെ നമ്മളിപ്പോൾ എടുത്തു കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുകയാണ് KM ഷാജി ചെയ്യുന്നത്. കൂടാതെ അടുത്തത് KM ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിനെതിരെയുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന VD സതീശനെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറയുന്ന ഒരു സൂചന കൂടി നൽകുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം, അല്ലെങ്കിൽ ഇനി അദ്ദേഹമായില്ലെങ്കിൽ മറ്റാരെങ്കിലും അതേ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ തന്നെ ആയാൽ മതി എന്ന് പറയുന്നു. പക്ഷേ ഇതുകൊണ്ടുണ്ടാകാവുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ഇപ്പോൾ NSSഉം അതുപോലെ SNDPയും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു നായർ ഈഴവ ഐക്യവും ബാക്കിയുള്ള ഈ പറയുന്ന പോലെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സംഘടിത ന്യൂനപക്ഷങ്ങൾ അവർ വലിയ തോതിൽ കാര്യങ്ങൾ നേടിയെടുക്കുന്നതൊന്നും ഭൂരിപക്ഷത്തിനൊന്നും കിട്ടുന്നില്ല എന്നുള്ള നരേറ്റീവുകളൊക്കെ തന്നെ ബലം പിടിക്കാൻ, ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് പറയുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, അത്തരം നരേറ്റീവുകളൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയി അവതരിപ്പിക്കാൻ കൂടി ബാക്കിയുള്ളവർക്ക് ആവേശം കിട്ടുന്ന അല്ലെങ്കിൽ അവസരം കിട്ടുന്ന തരത്തിലുള്ള ഒരു ബ്ലണ്ടറാണ് കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ VD സതീശൻ മുതൽ എനിക്ക് എൻ്റെ പ്രിയ ഈ പറയുന്ന പോലെ KM ഷാജി വരെയുള്ള മുസ്ലിം ലീഗിലെ നേതാക്കൾ പോലും കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ തന്നെയോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പലപ്പോഴും വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തോട് പോലും അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളോട് പോലും വളരെ ശ്രദ്ധിച്ചാണ് പ്രതികരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു സാമുദായികമായിട്ടുള്ള വിഭാഗീയതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ്. KM ഷാജിയും ഇപ്പോൾ അത് ഓർത്തിട്ടുണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വാക്കുകളിലൂടെ വാചകങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ സൗകര്യമുണ്ടാക്കുകയാണ് ഒന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇത് പറയുന്ന ചാനൽ തന്നെ മൗദൂദികളുടേതായി മാറുകയും മീഡിയ വണ്ണിൻ്റെതായി മാറുകയും ഒക്കെ ചെയ്തതുകൊണ്ട് യഥാർത്ഥത്തിൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നൊരു പണിയാണ് ഈ പറയുന്ന KM ഷാജിയും ബാക്കിയുള്ളവരൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഇത് യഥാർത്ഥത്തിൽ ഇനി വരാനിരിക്കുന്ന നാളുകളിലെ പ്രചരണത്തിൽ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. ബാക്കി ഞാൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയാം.